നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുന്നത് ഇംഗ്ലണ്ടിലെ നോർത്ത് വിച്ച് എന്ന് പറയുന്ന പ്രദേശത്തെ വീവർഹാമിലുള്ള സെൻറ്റ് ബീഡ് ചർച്ചാണ്. പൗരാണികമായ ഒരു ചർച്ചാണ്. കാണാൻ ഒത്തിരി ഭംഗിയുള്ളതാണ്. നിങ്ങളെ പരിചയപ്പെടുത്താൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ആദ്യം തന്നെ പള്ളിക്കകത്ത് കയറുന്നതിന് മുന്ന് ഈ പരിസരം മുഴുവൻ ഒന്ന് കാണാം. ഈ പള്ളിയുടെ ക്യാമ്പസ് മുഴുവനായിട്ടൊന്ന് കാണാം. സെൻറ്റ് ബീഡ് എന്ന വിശുദ്ധൻ AD 672 മെയ് 26 ഇംഗ്ലണ്ടിൽ ജനിച്ചു. സെൻറ്റ് ബീഡിനെ 13-ാം ലിയോ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1899 ഇദ്ദേഹത്തിന് ഡോക്ടർ ഓഫ് ചർച്ച് എന്നൊരു സ്ഥാനീയ മഹത്വവും നൽകിയിരുന്നു. ഇംഗ്ലീഷ് ജനതയ്ക്ക് വേണ്ടി കത്തോലിക്കാ സഭാ ചരിത്രം രചിച്ചതിലൂടെ ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ വികാരി ഫാദർ അംബ്രോസിനെ പരിചയപ്പെടാനും എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കുകയും ഇന്ത്യയിലെ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ച് അറിയുകയും ചെയ്തു. നമ്മൾ കേരളീയർ വളരെയേറെ പേർ ഇവിടെ കത്തോലിക്ക ദേവാലയങ്ങളിൽ ആരാധനയ്ക്ക് വരുന്നത് വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം സ്മരിക്കുകയും ചെയ്തു. ഒത്തിരി സ്നേഹത്തോടെ സ്വീകരിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു. നമ്മുടെ സഭാചരിത്രവും നമ്മുടെ ജീവിത രീതിയുമൊക്കെ അദ്ദേഹം ചോദിച്ച് അറിയുകയുണ്ടായി. നോർത്ത് അംബ്രിയ എന്ന സ്ഥലത്തെ പീറ്റർ ആൻഡ് പോൾ മൊണാസ്ട്രിയിലെ സഭാംഗമായിരുന്നു സെൻറ്റ് ബീഡ്. ഈ സഭയുടെ ആസ്ഥാനം സണ്ടർലാൻഡിൽ സ്ഥിതി ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള മേജർ ഷ്രൈൻ ദറം കത്തീഡ്രലാണ്. വീവർഹാമിൽ ഈ ദേവാലയം സ്ഥാപിക്കുന്നത് 1950 ഇംഗ്ലീഷുകാർക്ക് മാത്രമല്ല, ലോകം മുഴുവനുള്ള കത്തോലിക്കർക്ക് ഈ പുണ്യവാൻ പ്രത്യാശ പകരുന്ന ആത്മീയ ഗുരുവാണ്. എത്രയോ പ്രൗഢഗംഭീരമാണ് ഈ ദേവാലയത്തിൻ്റെ കെട്ടും മട്ടും ഒന്ന് നോക്കൂ. ഇതിൻ്റെ ക്യാമ്പസ് എത്രയോ മനോഹരമാണ്. മുഴുവൻ ആപ്പിൾ മരങ്ങൾ, കൊച്ചു കൊച്ചു ആപ്പിൾ മരങ്ങളിൽ നിറയെ ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ പുരോഹിതരും മറ്റുള്ളവരും കൂടി ചേർന്ന് വെച്ച് പിടിപ്പിച്ച് നട്ടു വളർത്തുന്നതാണ്. നിറയെയുണ്ട്, ഒത്തിരി ആപ്പിളുകൾ കാണാൻ പറ്റും. പൂക്കളും ചെടികളും ചെറിയൊരു കാർഷിക തോട്ടമൊക്കെ ഉണ്ട്. ഞാൻ ആപ്പിള് ഒരു പ്രത്യേകതയായതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അത് എടുത്ത് കാണിക്കുകയാണ്. ഈ ക്യാമ്പസിനകത്ത് ഔസേപിതാവിൻ്റെ മനോഹരമായൊരു സ്തൂപം നമുക്ക് കാണാം. വളരെ മനോഹരമായ ആ സ്തൂപം എൻ്റെ ഇടവപ്പള്ളിയെ ഓർമ്മിപ്പിച്ചു. സെൻറ്റ് ബീഡ് ചർച്ചിൻ്റെ ക്യാമ്പസാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വീവർഹാമിലുള്ള UK വിൻസ്ഫോർഡിനടുത്തുള്ള വീവർഹാം എന്ന ഏരിയയിലെ ഒരു കാത്തലിക് ചർച്ചാണത്. വളരെ ചെറിയൊരു ചർച്ചാണ്. സാധാരണ ഡേ ദിവസങ്ങളിൽ ഇവിടെ കുർബാനയ്ക്ക് അധികം ആളുകളൊന്നും എത്താറില്ല. പക്ഷേ എങ്കിലും സൺഡേയ്സിൽ ഒത്തിരി ആളുകളൊക്കെ എത്തുന്ന ഒരു ഏരിയയാണ്. എനിക്ക് ഈ പൗരാണികമായ ഈ ശില്പകല കണ്ടപ്പോൾ ഈ ദേവാലയം ഒന്ന് പകർത്തണമെന്ന് വലിയ സന്തോഷം തോന്നി. തന്നെയുമല്ല, എന്നെ ആകർഷിച്ച ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ക്യാമ്പസിനകത്ത് 8-10 ആപ്പിൾ മരങ്ങളുണ്ട്. അതിലൊക്കെ നിറയെ ആപ്പിൾ ഉണ്ടായിരിക്കുന്നു. അതൊന്നും ഇവിടെ വന്ന് പൊട്ടിക്കുന്നതിനൊന്നും ഇവിടുത്തെ അച്ഛന്മാർ പ്രയാസമൊന്നും പറയാറില്ല. ഞങ്ങൾ അച്ഛനെ കണ്ടിരുന്നു, അച്ഛനെ പരിചയപ്പെട്ടു, സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ലെന്ന് വരെ പറഞ്ഞു. ഞങ്ങൾക്കത് ഒത്തിരി സന്തോഷം തോന്നി. എന്തായാലും ഇങ്ങനൊരു ദേവാലയത്തെ, ഇങ്ങനെ ഒരു ക്യാമ്പസിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷം, നമുക്ക് പ്രാർത്ഥിക്കാൻ സ്വയം തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ, കൃത്യമായിട്ട് ദൈവം തമ്പുരാനുമായിട്ട് നമുക്ക് നമ്മുടെ
വ്യക്തിപരമായ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ കഴിയുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അന്തരീക്ഷം, അതാണ് എന്നെ ആകർഷിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികളെ മുഴുവൻ ഈ ദേവാലയം ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. ഫ്രണ്ട് വ്യൂ ഒന്നുകൂടി നമുക്ക് കാണാം. ഇത് ഒരുതരം ഫ്രൂട്ടാണ്, ഇതിൻ്റെ പേര് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതാണ്ട് ബ്ലൂബെറി പോലെ ഉള്ള ഒരു ഫ്രൂട്ട്സാണ്. ഈ ഭാഗത്ത് മുഴുവൻ അങ്ങനെ അവർ കൃഷി ചെയ്തിരിക്കും. ഇവിടെയുള്ള അച്ഛന്മാർ നട്ടുപിടിപ്പിക്കുന്നതാണ് കേട്ടോ അത്. അതുപോലെ തന്നെ സ്ട്രോബെറി ഉണ്ട്, ആപ്പിൾ ഇതേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ആപ്പിൾ ശാഖയിൽ നിന്നും ഒത്തിരി ആപ്പിൾ ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. നോക്കി, വളരെ വലിയ ആപ്പിള്. ഈ പൂവ് കൂടാരം പോലെ ഇങ്ങനെ നിറയെ ഉണ്ടാവും. എൻ്റെ മോൻ്റെ വീട്ടിലും ഇതൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ റോസപ്പൂവൊക്കെ വളരെ വലിപ്പമുള്ളതും വളരെ നല്ല സ്മെല്ലുള്ളതുമാണ്. നമ്മുടെ നാട്ടിൽ എൻ്റെ വൈഫ് ഇവിടെ വന്നിട്ട് പോരുമ്പോൾ ഒരു കമ്പ് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ അത്ഭുതമായിട്ട്, വല്ലപ്പോഴും ഓരോരോ പൂവുകൾ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നിറയെ കട്ടകുത്തി പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഈ ദേവാലയത്തിൻ്റെ ഈ ചെറിയ പൂന്തോട്ടവും ഈ പുൽത്തകിടിയും ഈ പൗരാണിക ഭാവവും കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ശാന്തത ഫീൽ ചെയ്യും. നമുക്കിവിടെ ധ്യാനിക്കാൻ, ഇവിടെ ഇരുന്ന് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ തോന്നും. എത്രയോ നല്ല മനോഹരമായ പൂക്കളാണ്. നോക്കൂ, കണ്ടോ, കൂട പോലെ ഇങ്ങനെ ഉണ്ടായിരിക്കുകയാണ്. ഈ ഏരിയയും ഇപ്പുറത്തും ഒരു നല്ല ക്യാമ്പസ്. അതിലുപരി ഇവിടുത്തെ ചാർജുള്ള പുരോഹിതനാണ് ഈ അതിർത്തി, ഈ പുൽത്തകിടിയും ആ ചെടികളിങ്ങനെ വെട്ടിയൊരുക്കിയിരിക്കുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കൂ. ഇവിടെയും ഉണ്ട് ആപ്പിൾ മരങ്ങളൊക്കെ. ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നു. ആപ്പിൾ ഇവർ കുറേ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നിറയെ ഉണ്ടാവുന്നു. ഇത് നോക്കി, ഒരു ഗോപുരം കണക്കെയുള്ള ട്രീ, നല്ല രസമായൊരു പ്രകൃതി തന്നെ അലങ്കരിച്ചിരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ തട്ടുതട്ടായിട്ട് ഇത്രയും മനോഹരമാണ്. ഈ പ്രദേശത്തുള്ളവർ ഭാഗ്യവാന്മാരെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന സെൻറ്റ് ബീഡ് എന്ന് പറയുന്ന വിശുദ്ധ സെൻറ്റ് ബീഡ് യൂറോപ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മൾ എടുക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ദേവാലയമാണ്. ഞാൻ കഴിഞ്ഞ തവണ UK വന്നപ്പോൾ ഈ ദേവാലയം സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുമോളുമായിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത്തവണ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമസ്കാരം. സെൻറ്റ് ബീഡ് ദേവാലയത്തിൻ്റെ പുറകുവശത്തു നിന്നുള്ള വീക്ഷണം കൂടി നമുക്ക് കാണാം. എല്ലാവരും ടോം ടോക്സ് തൃശ്ശൂർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.